കോൺഗ്രസ് സിന്ദാബാദ്. ആ ഓഫീസിന് കാവലിക്കുന്ന CPM-ന്റെ ഓഫീസിന് കാവലിക്കുന്ന കാക്കിയിട്ട് ഉള്ളില് ചോപ്പന്മാർ. ഇല്ല
വെല്ലുവിളിച്ചു പറഞ്ഞേക്കാം
SFIയുടെ ശക്തികൾ ചേർന്ന് അകത്തു കളഞ്ഞു നാട്ടാരെ പ്രതിഷേധിക്കുക. കണ്ണൂർ ജില്ലയിൽ നിരക്കലാകത്തുമായി രണ്ടുപേരും വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സ്പീക്കറും. അപ്പോൾ മുഖ്യമന്ത്രിയായി, സ്പീക്കറായി, ആരോഗ്യമന്ത്രിയായി, പിന്നെ അതിന്റെ അവതരണവും മറ്റ് കലാപരിപാടികൾക്കുമായി കുറച്ച് പോലീസുകാരുമായി. അപ്പോൾ നല്ല ഒരു സുന്ദരമായ ഒരു നാടകം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അരങ്ങേറിയെന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ വിദ്യാസമ്പന്നമായ കേരളം. ആ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വ്യത്യസ്തമായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ കരിങ്കൊടി കാണിക്കാറുള്ളത്. പ്രതിഷേധത്തിന്റെ ഒരു നല്ലൊരു സൂചനയായിട്ടുള്ള സമരമാണ് കരിങ്കൊടി കാണിക്കുക എന്നാണ് പറയുന്നത്. കരിങ്കൊടി വെച്ച് കുത്തുകയല്ല, കരിങ്കൊടി കാണിക്കുക. ആ കരിങ്കൊടി കാണിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടെ മന്ത്രി എങ്ങനെയായിരുന്നു? മന്ത്രി ഇറങ്ങിയിരുന്നു. ASUവിന്റെ 5 കുട്ടികൾ ഇത് ഓർക്കണം. 50 പോലീസുകാര്, 5 കുട്ടികൾ. ആ കുട്ടികൾ കരിങ്കൊടി വീശി. അത്രമാത്രമാണ് ചെയ്തിരിക്കുന്നത്. 10 മീറ്റർ അകലന്നുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, കരിങ്കൊടി വീശിയിരിക്കുന്നത്. ഈ മന്ത്രിയുടെ തൊട്ടടുത്ത് പോലും എത്തിയിട്ടില്ല. മന്ത്രി അത് കഴിഞ്ഞ് ASUവിന്റെ കുട്ടികളെ കൊണ്ടുപോയി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അപ്പോൾ മന്ത്രിക്ക് വീറും വാശിയും വന്നു. ASUവിന്റെ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ വാടാ എന്നത് വിളിച്ചുകൊണ്ട് മന്ത്രി മുന്നോട്ടടിക്കുകയാണ്. ASUവിന്റെ കുട്ടികൾ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് മന്ത്രി ഇവിടെ പറയുന്നത് വാടാ. എന്ത് വാടാ? പിള്ളേർ പോയില്ലേ? എന്തൊരു അവതരണമാണ് മന്ത്രി നടത്തിയത്? പരിഹാസകരമാരാണ്. ഇതെല്ലാം നടത്തി കഴിയുമ്പോഴാണ് പറയുന്നത് എന്റെ കൈക്ക് കുത്തുപറ്റി, കൈ പരിക്ക് പറ്റിയത്. കൈ പരിക്ക് പറ്റിയതെല്ലാം എടുത്ത് കാണിച്ചു. കുറച്ച് കഴിയുമ്പോഴാണ് ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഈ കൈക്ക് കുത്ത് 1 മണിക്കൂർ മുമ്പ് മട്ടന്നൂർ നടന്ന പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കൃത്യമായി അതിനുശേഷമാണ് എനിക്ക് കഴുത്തിന് വേദന വന്നു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി. ആരോഗ്യമന്ത്രിയുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, അവിടെ പോയി എക്സ്റേ എടുത്തു. പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, അവിടെ എക്സ്റേ എടുത്തപ്പോൾ മന്ത്രിക്ക് ഒരു കുഴപ്പവുമില്ല. മന്ത്രിയുടെ കഴുത്ത് പോലെ എങ്ങനെ ഉണ്ടായിരുന്നോ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെയാണ് മന്ത്രിയുടെ ഒരു കുഴപ്പമില്ല. ഇനി MRI എടുക്കണം. MRI എടുക്കണമെങ്കിൽ ഇവിടെ ആരോഗ്യമന്ത്രിയുടെ ഒരു ജില്ലാ ആശുപത്രിയാ. അവിടെ MRI എടുക്കാനുള്ള സംവിധാനമില്ല. പിന്നെ ആലോചിച്ച് നോക്ക്, അവിടെ MRI എടുക്കാനില്ല, ഒരു മുല്ലും എടുക്കാനില്ല. എന്തൊരാശുപത്രി! MRI എടുക്കാൻ ഇപ്പൊ റഫർ ചെയ്യണം. ഇത്
എങ്ങോട്ടാ റഫർ ചെയ്യുക? പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുക. അവിടെ ചെന്ന പാമ്പിനെ കാണുക, വെറുന്നോടെ കാണാനില്ല, മരുന്നില്ല, ഒന്നുമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ടാട്ടുമില്ല. പരിയാരം മെഡിക്കൽ കോളേജ് എങ്ങോട്ടാ റഫർ ചെയ്യാൻ ആളറിയാം. എങ്ങോട്ടാ റഫർ ചെയ്യാം? എങ്ങോട്ട് റഫർ ചെയ്തിട്ടും എന്ത് എടുത്തു മേടിച്ചിട്ടും ഒന്നും കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. അത് അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായി കണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ തിരക്കഥാ സംവിധാനമൊക്കെ ശ്രീ ശംഷീറാണ് ചെയ്തിരിക്കുന്നത്. ശംഷീർ അവിടെ ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിച്ച് ഉടനെ തന്നെ ഈ മന്ത്രി ആരുമായിട്ടോ സംസാരിക്കുന്ന സ്പീക്കറ് മുഖ്യമന്ത്രിയുമായി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ കഴുത്ത് വീക്കം. എന്താ അഭിനയം? ഇങ്ങനെ കടലി ആ സീനുകളെ കണ്ടതല്ലേ? എന്ത് വീക്കം? അത്ര പരിഹാസ്യകരമായ ഒരു അവതരണമാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇത് കേരളത്തിന് അപമാനമാണ്. ഇവിടെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്പോട്ടിൽ ആശുപത്രിയിൽ പോകുന്നു. ആശുപത്രിയിൽ പോയി മുഖ്യമന്ത്രി കാണുന്നു. എന്തിനു വേണ്ടിയാണ്? അണികളെ ഇളക്കിവിടുകയാണ്. നിങ്ങൾ പോയി അക്രമം നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് അണികളെ ഇളക്കിവിട്ടു. അതിന്റെ ഭാഗമായിട്ടല്ലേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഇവർ കടന്നു വന്നത്? മുഖ്യമന്ത്രിയുടെ ധൈര്യമല്ലേ? മുഖ്യമന്ത്രി കൊടുത്ത ധൈര്യമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ AKG സെന്റർ, അവിടെ RSSകാരും BJPക്കാരും ഡൽഹിയിലെ AKG സെന്റർ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണ് അവിടെ പോയി നിന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇതാണ് CPM ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്രയും വിവരദോഷം ഇനിയെങ്കിലും വീണാ മന്ത്രിയായാലും ശരി, മറ്റു മന്ത്രിമാരായാലും ശരി, ഇതിന് പുറപ്പെടരുത്. പുറപ്പെട്ടാൽ അപഹാസ്യരായി തീരും, കോളേജ് പാളീസാകും എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. നിർത്തുന്നു. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ആക്രമിച്ചതറിഞ്ഞില്ലേ? ശേഖിക്കുക നാട്ടാരെ, ശേഖിക്കുക നാട്ടാരെ, ശേഖിക്കുക നാട്ടാരെ, ശേഖിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ. നാട്ടുകാരെ അറിഞ്ഞില്ലേ? നാട്ടുകാരെ അറിഞ്ഞില്ലേ? കണ്ണൂരിലെ DCC, കണ്ണൂരിലെ DCC, കണ്ണൂരിലെ DCC, SFIയുടെ ചെട്ടുകൾ ചേർന്ന്, DYFI നാരികൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു, ക്രൂരമായി ആക്രമിച്ചു. SFIയുടെ നാരികളെ, SFIയുടെ നാരികളെ, ഒന്ന് പറഞ്ഞേക്കാം, ഒന്ന് പറഞ്ഞേക്കാം, വെല്ലുവിളിച്ച് പറഞ്ഞേക്കാം, വെല്ലുവിളിച്ച് പറഞ്ഞേക്കാം. ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ, ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ, ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ, ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ, ഒന്നിന് 10 10 100, ഒന്നിന് 10 10 100, തിരിച്ചടിക്കും കട്ടായോ,
തിരിച്ചടിക്കും കട്ടായം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. 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 ഡിവൈഎഫ്ഐ പട്ടികളെ, എസ്എഫ്ഐയുടെ നാരികളെ, മുദ്രാവാക്യം കേട്ടപ്പോൾ പരിക്കു പറ്റിയ വീണാജോതിന്റെ വാക്കും കേട്ട് പ്രസ്ഥാനത്തിന് നേരെ വന്ന ഡിവൈഎഫ്ഐ പട്ടികളെ, എസ്എഫ്ഐയുടെ തെമ്മാടികളെ, ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, വെല്ലുവിളിച്ചു പറഞ്ഞേക്കാം. കയ്യിൽ കിട്ടിയത് ആയുധമാക്കി, കയ്യിൽ കിട്ടിയത് ആയുധമാക്കി. തിരിച്ചടിക്കും പട്ടികളെ, തിരിച്ചടിക്കും പട്ടികളെ. തെറ്റുകരുകിയ പട്ടികളെ, തെറ്റുകരുകിയ പട്ടികളെ, ഡിവൈഎഫ്ഐ തമ്മാടികളെ, എസ്എഫ്ഐയുടെ പട്ടികളെ, ഓർത്തോർത്ത് കളിച്ചോളൂ. ഈടയുടെ വാക്കും കേട്ട്, പിള്ളാരുടെ വാക്കും കേട്ട്, അരുണായുടെ വാക്കും കേട്ട് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ഡിവൈഎഫ്ഐ പട്ടികളെ, എസ്എഫ്ഐയുടെ തെമ്മാടികളെ കണ്ണടിച്ചു മുറിക്കും ഞങ്ങള്, മുട്ടടിച്ചു മുറിക്കും ഞങ്ങൾ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. വിജയപ്രകടന സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പിണറായിയുടെ പട്ടികൾ, പിണറായിയുടെ പട്ടികൾ കോൺഗ്രസിന്റെ ഓഫീസിനെ, കോൺഗ്രസിന്റെ ഓഫീസിനെ ആക്രമിച്ചു നാട്ടാരെ, ആക്രമിച്ചു നാട്ടാരെ, നിഷേധിക്കുക നാട്ടാരെ. ഡിവൈഎഫ്ഐ പട്ടികളെ, ഡിവൈഎഫ്ഐ പട്ടികളെ, എസ്എഫ്ഐയുടെ തെമ്മാടികളെ, എസ്എഫ്ഐയുടെ തെമ്മാടികളെ. വാടാ വാടാ പോരിനു വാടാ, പോരിനു വാടാ, നേരിന് വാടാ. ആരുണ്ടിവിടെ കാണട്ടെ, ആരുണ്ടിവിടെ കാണട്ടെ. ഇതാ വരുന്നു പട്ടാളം, ഇതാ വരുന്നു പട്ടാളം, സുധാകരന്റെ പട്ടാളം, സുധാകരന്റെ പട്ടാളം, കണ്ണൂരിലെ പട്ടാളം, കണ്ണൂരിലെ പട്ടാളം. ഡിവൈഎഫ്ഐ തമ്മാടികളെ, ഡിവൈഎഫ്ഐ തമ്മാടികളെ, എസ്എഫ്ഐയുടെ പട്ടികളെ, എസ്എഫ്ഐയുടെ പട്ടികളെ കൺകുളിർക്ക കണ്ടോടാ, കൺകുളിർക്ക കണ്ടോടാ, കൺകുളിർക്ക കണ്ടോടാ, കൺകുളിർക്ക കണ്ടോടാ. ഇതാ വരുന്നു പട്ടാളം, ഇതാ വരുന്നു പട്ടാളം, കെഎസിന്റെ പട്ടാളം, കെഎസിന്റെ പട്ടാളം. ആരിക്കാട തല്ലണ്ടേ, ആരിക്കാട തല്ലണ്ടേ, ആരിക്കാട തല്ലണ്ടേ, ആരിക്കാട തല്ലണ്ടേ. ഏതവനാടാ കൊല്ലണ്ടേ, ഏതവനാടാ കൊല്ലണ്ടേ. വാടാ വാടാ പോരിനു വാടാ, വാടാ വാടാ പോരിനു വാടാ, പോരിനു വാടാ തെമ്മാടികളെ, പോരിനു വാടാ തെമ്മാടികളെ, പോരിനു വാടാ പട്ടികളെ, പോരിനു വാടാ പട്ടികളെ, പോരിനു വാടാ പട്ടികളെ, പോരിനു വാടാ പട്ടികളെ. ഡിവൈഎഫ്ഐ തമ്മാടികളെ, ഡിവൈഎഫ്ഐ തമ്മാടികളെ ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ, ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ, വെല്ലുവിളിച്ചു പറഞ്ഞേക്കോ, വെല്ലുവിളിച്ചു പറഞ്ഞേക്കോ. പ്രസ്ഥാനത്തിന് നേരെ വന്ന്, പ്രസ്ഥാനത്തിന് നേരെ വന്ന്, പ്രസ്ഥാനത്തിന് നേരെ വന്ന്, പ്രസ്ഥാനത്തിന് നേരെ വന്ന് കയ്യിൽ കിട്ടിയത് ആയുധമാക്കി, കയ്യിൽ കിട്ടിയത് ആയുധമാക്കി. തിരിച്ചടിക്കും പട്ടികളെ, തിരിച്ചടിക്കും പട്ടികളെ, തിരിച്ചടിക്കും പട്ടികളെ. ആരിക്കാട തല്ലണ്ടേ, ഏതവനാട തല്ലണ്ടേ, വാടാ വാടാ
കൊല്ലണ്ടേ വാടാ വാടാ പോരിന് വാടാ പോരിന് വാടാ പിണറായിലെ ഓവുചാലേ പെറ്റുപെരുകിയ പട്ടികളെ ഡിവൈഎഫ്ഐ തമ്മാടികളെ വാടാ വാടാ പോരിന് വാടാ നേരിൽ വാടാ വെല്ലുവിളിച്ചു പറഞ്ഞേക്കാം പ്രസ്ഥാനത്തിന് നേരെ വന്ന് തിരിച്ചടിക്കും പട്ടികളെ ഡിവൈഎഫ്ഐ തമ്മാടികളെ തള്ളണ്ടേ ചട്ടപ്പട്ടി പോലീസ് നമുക്ക് അപ്പുറത്തേലോട്ട് പോവാം ഈ വയസ്സിലുണ്ടാ നിന്റെ ആവേശം മാറിപ്പോയി. അല്ല DCC കണ്ടിട്ടില്ലല്ലോ. National Congress Zindabad! Arikada Tallande!
പോരിനുവാടാ പട്ടികളെ, പോരിനുവാടാ ചെറ്റുകളെ, പോരിനുവാടാ ചെറ്റുകളെ. അതായത് പ്രകടനം നടത്തിയത് ഇപ്പോൾ സമാപിച്ച അങ്ങ് പോയിട്ടാ